ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് CISF, സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, എക്സ്പോസ് ആക്ട്, മണി ലോണ്ടറിംഗ്, പോസ്റ്റ് ഓഫീസ് ബിൽ 2023, പ്ലേസസ് ന്യൂസ് ആയിട്ട് പ്രാഗ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CISF-നെ കുറിച്ചാണ്. CISF അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് 1968 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1969 നിലവിൽ വന്നിട്ടുള്ള ഒരു സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ആണ്. അപ്പോൾ തുടക്കത്തിൽ വളരെ ചെറിയൊരു സ്ട്രെങ്ത് വെച്ചിട്ട് ഏകദേശം 3000-ഓളം പേഴ്സണൽസിനെ വെച്ചിട്ടാണ് ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇന്ന് 2021 കണക്കുകൾ അനുസരിച്ച് ഏകദേശം 1,63,000-ഓളം ആളുകൾ വർക്ക് ചെയ്യുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഈ CISF എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ CISF-നകത്തൊരു 74-ഓളം മറ്റുള്ള ഫോർമേഷൻസ് ഉണ്ട്. അതിനകത്ത് ഏകദേശം 12-ഓളം റിസർവ് ബറ്റാലിയൻസും 8-ഓളം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ടെന്ന് CISF-ന്റെ തന്നെ വെബ്സൈറ്റുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി CISF-ന്റെ ഫംഗ്ഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ജോലിയായിട്ട് പറയുന്നത് ഇന്ത്യയിലുള്ള സ്ട്രാറ്റജിക് എസ്റ്റാബ്ലിഷ്മെന്റുകൾ, ഇപ്പോൾ നമ്മുടെ ന്യൂക്ലിയർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ, ISRO-യുടെ ഇൻസ്റ്റലേഷൻസ്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് എസ്റ്റാബ്ലിഷ്മെന്റുകൾ. അപ്പോൾ അതിനകത്ത് പറഞ്ഞതുപോലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, എയർപോർട്ടുകൾ, ഡൽഹി മെട്രോ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മേജർ പോർട്ടുകൾ, ഹിസ്റ്റോറിക്കൽ മോണമെന്റ്സ്, ഇങ്ങനെയുള്ള ഏരിയാസിനൊക്കെയുള്ള സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യലാണ് CISF-ന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള സ്ട്രാറ്റജിക് ഏരിയാസ് എന്ന് പറയുന്നത് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് ഏരിയാസ് ഉണ്ടാവും. ഇപ്പോൾ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ, ഇലക്ട്രിസിറ്റി ഹബ്ബ്, പ്രധാനപ്പെട്ട ഏരിയാസ്, കോള്, സ്റ്റീല്, മൈനിങ്, ഇങ്ങനെയുള്ള രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യലാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഇത് കൂടാതെ ചില പ്രൈവറ്റ് സെക്ടർ യൂണിറ്റുകൾക്കും ഈ പറയുന്ന CISF പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അത് കൂടാതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എൻറ്റിറ്റീസിന് സെക്യൂരിറ്റി കൊടുക്കുന്നത് കൂടാതെ നമുക്കറിയാം ഇന്ത്യയിൽ ഇൻഡിവിജ്വൽസിന് ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. Z+, Z, XY എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്യൂരിറ്റി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള Z+, Z, XY കാറ്റഗറിയിലൊക്കെ പെടുന്ന സെക്യൂരിറ്റി ഉള്ള ആളുകൾക്കുള്ള പ്രൊട്ടക്റ്റഡ് പേഴ്സൺസിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും CISF അവരുടെ ഫോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യാറുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫയർവിംഗ് ഉള്ള ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നതും CISF ആണ്. അതുപോലെ തന്നെ CISF-ന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് CISF ഒരു കോമ്പൻസേറ്ററി കോസ്റ്റ് ഫോഴ്സ് ആണ്. അതായത് CISF പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് ആർക്കാണോ ഈ സർവീസ് CISF പ്രൊവൈഡ് ചെയ്യുന്നത് അവർ പണം നൽകാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, അതൊരു ഇവർക്ക് ഇവരുടെ സർവീസിന് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ ഇവർ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന് പകരമായിട്ട് ഫീസ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന് അറിഞ്ഞിരിക്കുക. അതാണ് കോമ്പൻസേറ്ററി കോസ്റ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് RBIയുടെ ചില ഗൈഡ് ലൈൻസ് ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്. അപ്പോൾ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ SRO എന്ന് പറയുന്നത് ഒരു സെർട്ടൻ പ്രൊഫഷനകത്തോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്കകത്തോ റെഗുലേഷൻസ് കൊണ്ടുവരാനുള്ള ഒരു ഓർഗനൈസേഷനാണ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അത് ആ ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് തന്നെയാണ് ഈ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയും ചെയ്യുക. അപ്പോൾ ഇത് നോർമലി നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരിക്കും, ആ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിക്ക് അകത്ത് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾക്ക് ഒരു റൂൾസ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഒരു ഓർഡർ അതിൻ്റെ ഇടയിൽ പ്രൊമോട്ട് ചെയ്യുക. ഈ ബിസിനസ്സുകൾക്കും ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ ഇടയിൽ റൂൾസ് ഫ്രെയിം ചെയ്ത് അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് എൻഫോഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഇത് ഈ മെമ്പേഴ്സ് ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ കണ്ടക്ട് ഉറപ്പുവരുത്തുക, അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിന്റെ ഓവറോൾ ഹെൽത്തും സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന സെൽഫ് റെഗുലേറ്റിംഗ് ഓർഗനൈസേഷന്റെ ജോലിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള അസോസിയേഷൻ ഓഫ് മെർച്ചന്റ് ബാങ്കേഴ്സ് ഓഫ് ഇന്ത്യ AMBI എന്ന് പറയുന്നത് ഈ SEBI റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു SRO ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2009 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 2002 കോമ്പറ്റീഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 2009 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് ഒരു ഫെയർ കോമ്പറ്റീഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മാർക്കറ്റിനകത്ത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫെയർ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഫെയർ ആയിട്ടുള്ള കോമ്പറ്റീഷനെ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു
എന്താണ് മെയിൻറ്റൈനബിൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഏതൊരു സെക്ടറിനകത്താണെങ്കിലും അവിടെ ഇൻഡസ്ട്രീനെ ഡോമിനേറ്റ് ചെയ്യുന്ന ഡോമിനന്റ് പ്ലെയേഴ്സ് ഉണ്ടാവും. ഓക്കെ, വളരെയധികം പവർഫുൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ പറയുന്ന സ്മോൾ പ്ലെയേഴ്സിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ ഒരു ലക്ഷ്യമാണ്. ഇനി ഇവരുടെ മാൻഡേറ്റ് ആയിട്ട് പറയുന്നത് ഈ കോമ്പറ്റീഷൻ ആക്ട് ഓഫ് 2002 ഉണ്ട്, 2002 കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്, അതിന്റെ പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷൻ ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് പ്രൊഹിബിറ്റ്സ് ആന്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെന്റ്സ് ആൻഡ് അബ്യൂസ് ഓഫ് ഡോമിനന്റ് പൊസിഷൻ ബൈ എന്റർപ്രൈസസ്, അതുപോലെ തന്നെ റെഗുലേറ്റ്സ് merger and acquisitions which can have an adverse effect on competition within India. അപ്പോൾ ഇവരൊക്കെ ബേസിക്കലി ചെയ്യുന്നത് ഈ കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ഈ പറയുന്ന കോമ്പറ്റീഷൻ ആക്ടിനകത്ത് തന്നെ ഉണ്ട്, ആ പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർപേഴ്സണും അതുപോലെ തന്നെ 6 അഡീഷണൽ മെമ്പേഴ്സാണ് ഉണ്ടാവുക. ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ദാറ്റ് മീൻസ് ഇവർക്ക് ചില ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇവരിലെ മെമ്പേഴ്സിനെയും ചെയർപേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഇനി അടുത്ത ടോപ്പിക്ക് എക്സ്പോസ് ആക്ട് ആണ്. സോ എക്സ്പോസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ISRO ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റ് മിഷനാണ്, അല്ലെങ്കിൽ സ്പേസ് മിഷനാണ് എക്സ്പോസ് ആക്ട് എന്ന് പറയുന്നത്. സ്പേസിലുള്ള കോസ്മിക് എക്സ്റേസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ കോസ്മിക് എക്സ്റേസിന്റെ പോളറൈസേഷനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ISRO ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഒരു സ്പേസ് ഒബ്സർവേറ്ററി ആണ് ഈ എക്സ്പോസ് ആക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ഫോം എക്സ്റേ പൊളാറിമീറ്റർ സാറ്റലൈറ്റ് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇത്തരത്തിൽ ഈ പൊളാറിമെട്രി കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് പൊളാറിമെട്രി മിഷനാണ് ഈ എക്സ്പോസ് ആക്ട് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ പറയുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ആസ്ട്രോണമിക്കൽ എക്സ്റേ സോഴ്സസിനെ കുറിച്ച്, എക്സ്ട്രീം കണ്ടീഷൻസിലുള്ള സോഴ്സസിനെ കുറിച്ച് പഠിക്കാനുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു എക്സ്റേ ബേസ് ചെയ്തിട്ടുള്ള പൊളാറിമെട്രി മിഷൻ നടത്തുന്ന രണ്ടാമത്തെ ലോകത്തിലെ ഏജൻസി ആയിട്ട് ഇതോടുകൂടി ISRO മാറും എന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള എക്സ്റേ ബേസ് ചെയ്തിട്ടുള്ള സാധനം ചെയ്തിട്ടുള്ളത് നാസ മാത്രമാണ്. നാസയുടെ ഒരു എക്സ്റേ പോളാറിമെട്രി എക്സ്പ്ലോറർ, ഇമാജിങ് എക്സ്റേ പോളറിമെട്രി എക്സ്പ്ലോറർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ IXPE എന്ന് പറയുന്ന ഒരു മിഷൻ 2021 നാസ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊരു ഒരു ഓർഗനൈസേഷൻ ഇന്ത്യയാണ്, സെക്കൻഡ് ഓർഗനൈസേഷൻ ഇന്ത്യയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ISRO നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള, അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ എക്സ്പോസ് ആക്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലോ എർത്ത് ഓർബിറ്റിലാണ് ഈ എക്സ്പോസ് ആക്ട് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ എക്സ്പോസ് ആക്ടിനകത്ത് 2 പേലോഡ്സ് ആണുള്ളത്. ഇതിന്റെ പ്രൈമറി പേലോഡ് എന്ന് പറയുന്നത് ഒരു പോളിക്സ് അല്ലെങ്കിൽ പോളിമീറ്റർ ഇൻസ്ട്രുമെന്റ് ഇൻ എക്സ്റേ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ രണ്ടാമത്തത് XSPECT അല്ലെങ്കിൽ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ടൈമിംഗ് എന്ന് പറയുന്ന മറ്റൊരു സെക്കൻഡറി പേലോഡാണ് ഇതിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് മണി ലോണ്ടറിങ്ങിനെ കുറിച്ചാണ്. മണി ലോണ്ടറിങ് എന്ന് പറയുന്നത് ബേസിക്കലി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഏതെങ്കിലും ഇല്ലീഗൽ മെത്തേഡ്സിലൂടെ, ഇപ്പോൾ റോബറി, ട്രാഫിക്കിങ്, എക്സ്ട്രോഷൻ പോലുള്ള ഇല്ലീഗൽ മെത്തേഡ്സിലൂടെ ആളുകൾ സമ്പാദിച്ചിട്ടുള്ള പണം, അല്ലെങ്കിൽ ഏതെങ്കിലും ലീഗൽ മീൻസിലൂടെ സമ്പാദിച്ചിട്ടുള്ള പണം കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ അടുത്ത് കണക്ക് കാണിക്കാതുള്ള പണം, ആ പണത്തിനെ ലീഗലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ ലെജിറ്റിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മണി ലോണ്ടറിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ഈ മണി ലോണ്ടറിങ്ങിന്റെ മിസ്യൂസിനെ കുറിച്ചൊക്കെ, ഈ മണി ലോണ്ടറിങ് ആക്ടിന്റെ മിസ്യൂസിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മണി ലോണ്ടറിങ്ങിന്റെ ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഡിസ്റ്റോർഷൻ ഓഫ് എക്കണോമിക് പോളിസീസ് ആണ്, 2 വീക്കനിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്, മൂന്നാമത്തത് ഇറോഷൻ ഓഫ് ടാക്സ് ബേസ് ആണ്, അതുപോലെ തന്നെ അണ്ടർമൈനിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഹൈറ്റൻഡ് കറപ്ഷൻ, ഇതൊക്കെ മണി ലോണ്ടറിങ് കാരണമുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇനി ഈ മണി ലോണ്ടറിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഗവൺമെന്റ് ലെവലിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലും ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇന്ത്യയിലുള്ള ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഈ മണി ലോണ്ടറിങ്ങിനെ കോമ്പാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഒക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണി ലോണ്ടറിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫൈറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 2002 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ 1976 പാസ്സാക്കിയിട്ടുള്ള ദ സ്മഗ്ലേഴ്സ് ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാനിപ്പുലേഷൻ ഫോർ ഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1976. അതുപോലെ തന്നെ ഇന്ത്യ
FATF-നകത്തുള്ള അല്ലെങ്കിൽ ഈ മണി ലോണ്ടറിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിനകത്ത് ഒരു മെമ്പറാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മണി ലോണ്ടറിങ്ങിനെ കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള നടപടികളായിട്ട് പറയാൻ പറ്റും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള എഫേർട്സിനുള്ള എക്സാമ്പിൾസ് ആണ് 1990 കൗൺസിൽ ഓഫ് യൂറോപ്പിന്റെ കൺവെൻഷൻ അല്ലെങ്കിൽ 1990 കൗൺസിൽ ഓഫ് യൂറോപ്പ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പിൽ ഒരു കോമൺ ക്രിമിനൽ പോളിസി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ G7 ഇനീഷ്യേറ്റീവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മണി ലോണ്ടറിങ് ആൻഡ് ടെറർ ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ലോകത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് 1989 G7 എക്കണോമിക് സമ്മിറ്റിന്റെ ഇടയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്യുന്നത് OECD ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ IMFന്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള 189 വരുന്ന രാജ്യങ്ങളെയും ഈ പറയുന്ന മണി ലോണ്ടറിങ്ങും ടെറർ ഫിനാൻസിങ്ങും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രഷറൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിയന്ന കൺവെൻഷൻ ഇപ്പോൾ ഈ പറയുന്ന ഈ സിഗ്നേറ്ററി സ്റ്റേറ്റുകളെ മണി ലോണ്ടറിങ് ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രഷറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാൻഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ് വിയന്ന കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അടുത്ത ടോപ്പിക്ക് ഇപ്പോൾ റീസെന്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന പോസ്റ്റ് ഓഫീസ് ബിൽ 2023 ആണ്. സോ ഈ പോസ്റ്റ് ഓഫീസ് ബിൽ 2023 എന്ന് പറയുന്നത് ഇന്ത്യയിൽ 1898 ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള ഒരു ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് ഉണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബില്ലാണ് പോസ്റ്റ് ഓഫീസ് ബിൽ 2023 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് ബിൽ 2023 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പാർസൽസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ അവരുടെ കയ്യിൽ വരുന്ന പാക്കേജസ് ഇന്റർസെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് തുറന്ന് പരിശോധിക്കാനുള്ള അധികാരം ഈ ബില്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങളുടെ പേരിലാണ് ഇവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റിന്റെ പേരിലാണ്, ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് എ ഫോറിൻ സ്റ്റേറ്റ്, പബ്ലിക് ഓർഡർ, എമർജൻസി, പബ്ലിക് സേഫ്റ്റി, കോൺട്രവെൻഷൻ ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി ബിൽ ഓർ എനി അതർ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമുള്ളൊരു കാര്യം ഈ എമർജൻസി എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എമർജൻസി എന്നുള്ള വാക്ക് വളരെ ആംബിഗ്യസ് ആയിട്ടുള്ള വാക്കാണ്, അതിനെ കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എമർജൻസിയുടെ പേരിൽ ഈ കാര്യങ്ങൾ ഇവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യമാണ് എമർജൻസി ആയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിന്റെ പേരിൽ ഈ നിയമം വലിയ ഇതിലുള്ള ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പവർ അല്ലെങ്കിൽ വളരെ ആംബിഗ്യസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടേംസ് കൊടുത്തുകൊണ്ട് ഒരു ഓവർ ആർച്ചിങ് പവർ ഗവൺമെന്റ് ഏജൻസീസിന് ആളുകളുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ കൊടുത്തയക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അവരുടെ പാക്കേജസ് ഒക്കെ തുറന്ന് പരിശോധിക്കാനുള്ള അധികാരം കൊടുക്കുന്നതാണ്. ഇത് റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷൻ ആണെന്നൊക്കെയുള്ള ക്രിറ്റിസിസം ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇന്റർസെപ്ഷൻസ് നടത്താനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസർ ഉണ്ടാവും, ഈ ഓഫീസർ ഇൻചാർജ് ഉണ്ടാവും. അയാൾക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റൽ ആർട്ടിക്കിൾസ് ഡിറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള അധികാരം ഉള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് ഓഫീസ് ഓഫീസേഴ്സിന് ഇത്തരത്തിലുള്ള സസ്പെക്റ്റഡ് ആയിട്ടുള്ള പോസ്റ്റൽ ആർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ അത് കസ്റ്റംസിന് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അധികാരം ഈ പോസ്റ്റ് ഓഫീസിലുള്ള ഓഫീസേഴ്സിന് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു എക്സംഷൻ ഫ്രം ലയബിലിറ്റി ഉണ്ട്. എക്സംഷൻ ഫ്രം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിനെ അവരുടെ സർവീസസിന്റെ പേരിലുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ ബാധ്യതയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് അവർ ഫ്രോഡുലന്റ്ലി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫ്രോഡുലന്റ് ആയിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം നാശനഷ്ടം വരുത്താനോ അല്ലെങ്കിൽ ഡിലേസ് വരുത്താനോ മിസ്ഡെലിവറി വരുത്താനൊക്കെ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ ഈ ഓഫീസേഴ്സിന്റെ മുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്ന കുറേ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് ഉണ്ട്, അത് ഇതിനകത്ത് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലാക്കുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, ഇത് ഇത്തരത്തിലുള്ള ഇന്റർസെപ്ഷനും ഓപ്പണിങ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് പിടിച്ചു വെക്കാനൊക്കെ ഉള്ള അധികാരം ഉള്ളതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ടു പ്രൈവസിയുടെ വയലേഷൻ ആണെന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ എമർജൻസി എന്നുള്ള ഒരു ഗ്രൗണ്ടിലും ഈ ആർട്ടിക്കിൾസ് തുറന്ന് പരിശോധിക്കാനും അത് ഇന്റർസെപ്റ്റ് ചെയ്യാനൊക്കെയുള്ള അധികാരം കൊടുക്കുന്നതുകൊണ്ട് തന്നെ എമർജൻസി എന്നുള്ള വാക്ക് വളരെ ആംബിഗ്യസ് ആയിട്ടുള്ള വാക്കാണ്. ഇവിടെ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അൺബ്രിഡിൽഡ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ് സർവൈലൻസിനെ എൻകറേജ് ചെയ്യുന്ന ഒന്നാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ
നമ്മൾ ഈ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പൈസ കൊടുത്തിട്ട് ഒരു സർവീസിന് വേണ്ടിയിട്ട് നമ്മളൊരു പോസ്റ്റൽ ആർട്ടിക്കിൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാലും അത് അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ച കാരണം ഒരു നാശനഷ്ടം സംഭവിച്ചാലും അത് അവർ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് അതിന്റെ പേരിൽ നഷ്ടപരിഹാരം ഒന്നും കിട്ടില്ല, അവർക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പൊ അത് ഈ പറയുന്ന ഗ്രീവൻസ് റീഡ്രസലിനുള്ള ഒരു പ്രശ്നമാണെന്നും ഈ അവരുടെ ഒബ്ലിഗേഷൻസ് ഇല്ലാതാക്കുന്ന ഒന്നാണെന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ക്രിറ്റിസിസ് ആയിട്ട് പറയുന്നത്. ഇനി അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസ് ഇൻ ന്യൂസ് ആണ്. അത് പ്രാഗ് ആണ്. സോ പ്രാഗ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ സിറ്റിയാണ് പ്രാഗ് എന്ന് പറയുന്നത്. അവരുടെ ക്യാപിറ്റൽ സിറ്റിയും അവരുടെ ലാർജസ്റ്റ് സിറ്റിയും ഇതാണ്. അതുപോലെ തന്നെ ഈ ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീജിയൻ ആണ് ബൊഹീമിയ എന്ന് പറയുന്നത്. ഈ ബൊഹീമിയ റീജിയന്റെ ക്യാപിറ്റലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്യാപിറ്റലും ഈ പ്രാഗ് ആയിരുന്നു. അപ്പൊ ഈ പ്രാഗ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് അവിടെയുള്ള ഒരു വൽത്തുവ എന്ന് പറയുന്ന ഒരു റിവർ ഉണ്ട്, വൽത്താവ എന്ന് പറയുന്ന റിവർ ഉണ്ട്. ആ റിവറിന്റെ ഷോറിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു ടെമ്പറേറ്റ് ഓഷ്യാനിക് ക്ലൈമറ്റ് ആണ്. റിലേറ്റീവ്ലി വാം സമ്മേഴ്സും ചില്ലി വിന്റേഴ്സും ഉള്ള ഒരു ടെമ്പറേറ്റ് ഓഷ്യാനിക് ക്ലൈമറ്റ് ആണ്. 1992 ഈ പ്രാഗിന്റെ ഹിസ്റ്റോറിക് സെന്റർ യുനെസ്കോ അവരുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ GAWC സ്റ്റഡീസ് അനുസരിച്ച് പ്രാഗിനെ ഒരു ആൽഫ ഗ്ലോബൽ സിറ്റി ആയിട്ട് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.